ഹലോ, ട്രാവൽ ബക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതേപോലെ ഞാനും ഹാപ്പി ആയിട്ട് സുഖമായിട്ടിരിക്കുന്നു, കിളി ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഞങ്ങളിപ്പം ഇന്നൊരു യാത്രയ്ക്ക് ഇറങ്ങിയതാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, വയനാട്ടിൽ ഒരുപാട് ചുരങ്ങളുണ്ട് വയനാട്ടിലേക്ക് കയറി വരാൻ വേണ്ടി. അതായത് ഭയങ്കര ഫേമസ് ആയ താമരശ്ശേരി ചുരം, കുറ്റ്യാടി ചുരം, നാടുകാണി ചുരം, അതേപോലെ തന്നെ നെടുമ്പൊയിൽ ചുരം, നമ്മുടെ പാൽ ചുരം. അങ്ങനെ അതിൽ ചെറിയ ചുരമാണെങ്കിലും കണ്ണൂരിലേക്ക് ഇറങ്ങുന്ന ചുരമാണ് പാൽ ചുരം. അത് നമുക്ക് ഇന്ത്യയിലെ തന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ള ചുരങ്ങളിൽ പെട്ട ഒരു ചുരമാണ് പാൽ ചുരം എന്ന് പറയുന്നത്. അപ്പോൾ കണ്ണൂരിലേക്ക് ഇരിട്ടി വഴി കണ്ണൂരിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഈസി ആയിട്ടുള്ള, കണ്ണൂർ ഡിസ്ട്രിക്റ്റിലേക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ചുരമാണ് ഈ നമ്മുടെ പാൽച്ചുരം എന്ന് പറയുന്നത്. അപ്പോൾ അതിലൂടെയുള്ള കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത്. മാനന്തവാടി ടൗണിൽ നിന്ന് ഏകദേശം ഒരു 13 കിലോമീറ്റർ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ബോയ്സ് ടൗൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് എത്തും. അവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞാണ് നമ്മൾ പാൽച്ചുരത്തേക്ക് പോകുന്നത്. ഇതിൽ നേരെ പോയാൽ നമുക്ക് നെടുമ്പൊയിൽ വഴി കണ്ണൂരേക്ക് പോകാം. നമ്മളിപ്പം പാൽച്ചുരം വഴിയാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഇരിട്ടി, കേളകം ആ ഭാഗത്തേക്കും പോകാവുന്നതാണ്. വളരെ കുട്ടിക്കാലം മുതലേ നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന വഴിയാണ്. കാരണം കൊട്ടിയൂർ നമുക്ക് ആൻറ്റി ഉണ്ട്. അപ്പോൾ ആൻറ്റീൻ്റെ അടുത്ത് പോകുമ്പോൾ ഈ ചുരമാണ് നമ്മൾ യൂസ് ചെയ്യുക. ചെറുപ്പകാലത്ത് നമ്മളിതിൽ നടന്നു പോയിട്ടുള്ള ഓർമ്മകൾ വരെ ഉണ്ട്. ഞാനും ആൻറ്റിയും കൂടെ ഒക്കെ ഈ ചുരത്തിൽ കൂടെ നടന്നിറങ്ങിപ്പോയിട്ടുണ്ട്. കാരണം അന്ന് ബസ് സർവീസ് ഒന്നുമില്ല, ജീപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ മണ്ണൊക്കെ ഇടിഞ്ഞിട്ട് നമ്മൾ വരുമ്പോഴായിരിക്കും മണ്ണൊക്കെ ഇടിഞ്ഞിട്ട് പോരാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വരും. ആ സമയത്ത് നടന്നു പോയ ഓർമ്മകളൊക്കെ ഉണ്ട്. പാൽച്ചുരം കിലോമീറ്റർ നോക്കുമ്പോൾ ഒരു ചെറിയ ചുരമാണെങ്കിലും നമ്മുടെ കണ്ണൂരിൽ നിന്ന് നമ്മുടെ വയനാട്ടിലേക്കും മുകളിലേക്കുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും വരുന്ന കല്ലുകൾ, വെട്ടുകല്ലിൻ്റെ അങ്ങനത്തെ ടിപ്പറുകൾ, അതേപോലെ തന്നെ മറ്റ് ചരക്ക് വാഹനങ്ങളൊക്കെ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ചുരമാണിത്. അപകടം നിറഞ്ഞതാണ്. ഒരു സൈഡ് വലിയ ഗർത്തങ്ങളും മറ്റൊരു സൈഡ് പാറക്കല്ലുകളും മലകളൊക്കെ, ഇടിയാൻ ചാൻസ് ഉള്ള മലകളൊക്കെ നിറഞ്ഞ ഒരു ചുരമാണിത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് റിസ്ക്കിയാണ്. അതേപോലെ തന്നെ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് വലിയ വലിയ ലോറികൾ പോകുന്നതുകൊണ്ട് തന്നെ ഭയങ്കര കട്ടറാണ്. എല്ലാ സ്ഥലവും റോഡൊക്കെ മോശമായിട്ടിരിക്കുന്നു. അതുകൊണ്ട് നല്ല റിസ്ക്കി ആയിട്ട് വണ്ടി ഓടിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ പാൽച്ചുരം എന്ന് പറയുന്നത്. അതായത് ഡ്രൈവ് റിസ്ക്കി ആണെങ്കിലും അവിടെയുള്ള കാഴ്ചകൾ ഭയങ്കര മനോഹരമാണ്. നമ്മളങ്ങ് ഇറങ്ങി ചെല്ലുമ്പോഴേക്കും മലനിരകളും ഒക്കെ ആയിട്ട് ഭയങ്കര മനോഹരമായ നല്ല അടിപൊളി വ്യൂസാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമുക്ക് ഈ ചുരത്തിൽ 5 ഹെയർ പിൻ ബെൻഡുകളാണുള്ളത്. 5 എണ്ണം ഉള്ളെങ്കിലും കുറച്ച് നല്ല വളവുകളാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി ചെല്ലുന്ന അമ്പായത്തോട് എന്ന് പറയുന്ന സിറ്റിയിലേക്കാണ്. അമ്പായത്തോട് എന്ന് പറയുന്ന ചെറിയ ടൗണിലേക്ക്. അതിനുശേഷം അത് കൊട്ടിയൂരേക്കൊക്കെ ആയിട്ട് നീണ്ടുപോവുകയാണ് ചെയ്യുന്നത്. കൊട്ടിയൂരിലേക്ക് നമുക്ക് ഈസി ആയിട്ട് വയനാട്ടിൽ നിന്ന് പോകാൻ പറ്റുക. കൊട്ടിയൂർ അമ്പലം വളരെ പ്രശസ്തമാണല്ലോ. ആ അമ്പലത്തിലേക്ക് നമുക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റിയ ഒരു ചുരമാണ് ഈ പാൽച്ചുരം എന്ന് പറയുന്നത്.
വളരെ പ്രശസ്തമായതും കണ്ണൂർ ജില്ലയിൽ തന്നെ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന പ്രശസ്തമായൊരു അമ്പലമാണ് കൊട്ടിയൂരമ്പലം എന്ന് പറയുന്നത്. വാവലി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അക്കരെ കൊട്ടിയൂരമ്പലവും ഇക്കരെ കൊട്ടിയൂരമ്പലവും മഹാദേവ ക്ഷേത്രമാണ് രണ്ടും. ആ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വേറൊരു വീഡിയോ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്തായിട്ട് അമ്പലം എത്തുന്നതിന് മുമ്പ് തന്നെ കൊട്ടിയൂർ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ആ ഒരു അമ്പലം ഇരിക്കുന്ന സ്ഥലമൊക്കെ കൊട്ടിയൂർ വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് നമ്മുടെ 23ാമത്തെ കേരളത്തിലെ 23ാമതായിട്ട് പ്രഖ്യാപിച്ച വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ് കൊട്ടിയൂർ വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറയുന്നത്. കേരളത്തിൽ തന്നെ അപകടകരമായ ചുരങ്ങളിൽ ഒന്നായ പാൽച്ചുരത്തിലൂടെയുള്ള യാത്ര അടിപൊളിയായിരുന്നില്ലേ? അവിടെ ഇറങ്ങി വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ കൊട്ടിയൂർ അമ്പലത്തിൻ്റെ ആ സൈഡിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുവരെയുള്ള യാത്രകൾ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.